ഈ ലോകത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കി സുഖമോ ദുഃഖമോ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആവശ്യത്തിലധികം സന്തോഷിക്കുകയോ ആവശ്യത്തിലധികം ദുഃഖിക്കുകയോ ചെയ്യാതിരിക്കാൻ ശരിയായ വിവേകമുള്ള വ്യക്തിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അനേകം പുസ്തകങ്ങൾ വായിച്ച് തത്വശാസ്ത്രങ്ങൾ തലയിൽ കയറ്റിവെച്ച് നടന്നാൽ അതിനെ വിവേകം എന്ന് പറയാൻ കഴിയില്ല. അറിവ് കൂടുതൽ നേടിയതുകൊണ്ടും അത് വിവേകമാവില്ല. നേടിയ അറിവുകളെല്ലാം പ്രായോഗികമായി ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് വിവേകം എന്ന് പറയുന്നത്. നമ്മുടെ തന്നെ സ്വഭാവത്തിലുള്ള ചില ദൗർബല്യങ്ങൾ കാരണമാണ് പല സാഹചര്യങ്ങളും നേരിടാൻ കഴിയാതെ നമ്മൾ തളർന്നു പോകുന്നത്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ മനസ്സിൻ്റെ സമനില തെറ്റാതെ ജീവിതം എന്ന ഈ യാത്ര ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി നേരിടണമെങ്കിൽ മാനസികമായി നല്ല കരുത്ത് ഉണ്ടായിരിക്കണം. അതുപോലെ മനസ്സിനെ ഏത് സാഹചര്യത്തിലും നിയന്ത്രണത്തിൽ നിർത്താനും നമുക്ക് കഴിയണം. എത്ര വലിയ ആളാണെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലെങ്കിൽ അധികകാലം തൻ്റെ സ്ഥാനം നിലനിർത്താൻ അവർക്ക് കഴിയില്ല. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിലും പല രീതിയിൽ പ്രതികരിക്കാൻ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തോന്നും. എന്നാൽ അങ്ങനെ ഉയർന്നു വരുന്ന പലതരത്തിലുള്ള വികാരങ്ങളെ വിവേകപൂർവം കൈകാര്യം ചെയ്ത് വേണ്ട രീതിയിൽ പ്രതികരിക്കുമ്പോഴാണ് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വം പ്രകീർത്തിക്കപ്പെടുന്നത്. മനസ്സും വാക്കും പ്രവൃത്തിയും ആവശ്യമായ രീതിയിൽ നിയന്ത്രിച്ച് ഒരേ താളലയത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നമ്മളും വിവേകമുള്ള മഹത്തരമായ വ്യക്തിത്വത്തിന് ഉടമകളായി മാറും.